വൈകുന്നേരം ചായേൻ്റെ സമയത്ത് വീട്ടീന്ന് 2 ചെറിയ പുഴുങ്ങിയ പഴവും, ഒരു പുഴുങ്ങിയ മുട്ടയും, 2 ബിസ്ക്കറ്റും കട്ടൻ കാപ്പിയും കുടിച്ചിട്ട് രാത്രിയത്തെ ഫുഡ് കുറച്ച് നേരത്തെ കഴിച്ചാളിയാന്ന് വിചാരിച്ചിട്ട് നോമ്പ് തുറക്കുന്ന സമയമാകുമ്പോ ഞാനിവിടെ പോയി. എന്നിട്ട് നോമ്പ് തുറക്കുന്ന അവരോട് ഇരുന്നിട്ട് ഞാനും ഈ ഐറ്റംസ് എല്ലാം കുറച്ച് കുറച്ചായിട്ട് കഴിച്ച്. ഇത് കണ്ണൂർ ജില്ലയിലെ ഒരു റെസ്റ്റോറന്റ് ആണ്. ഇവിടെ നോമ്പ് തുറ ഫ്രീ ആണ് കേട്ടാ. അതായത് നോമ്പ് തുറക്കുന്ന സമയത്തുള്ള കടി, ഈത്തപ്പഴം, കട്ട് ഫ്രൂട്ട്സ് പിന്നെ ജ്യൂസും. പക്ഷേ നോമ്പുറ ഐറ്റംസ് ഫ്രീ ആയിട്ട് കിട്ടണ്ടിക്കില്ലേ? നമ്മളിവിടുന്ന് നോമ്പ് തുറന്നതിന് ശേഷം അറ്റ്ലീസ്റ്റ് ഒരു നോർമൽ മന്തിയെങ്കിലും കഴിക്കണം. നോർമൽ ചിക്കൻ മന്തിയെങ്കിലും കഴിക്കണം. അങ്ങനെ പതുക്കെ നോമ്പ് തുറ ഐറ്റംസ് എല്ലാം കഴിച്ചതിന് ശേഷം ഒരു മട്ടൻ സൂപ്പ് ഓർഡർ ചെയ്തു. ഒരു നാടൻ ഫ്ലേവറിലെ മട്ടൺ സൂപ്പ്. ആ കുരുമുളകിൻ്റെ കുത്തലൊന്ന് ബാലൻസ് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇവിടുന്ന് കഴിച്ചത് ഈ ഗ്രിൽ ചിക്കൻ സാൻഡ്വിച്ചാണ്. പിന്നെ ഹമ്മൂസും ചിക്കനും മൈദേൻ്റെ റൊട്ടിയും കൂടെ ഒരു പ്ലേറ്റിലിട്ടിട്ട് ഒരുമിച്ച് വരുന്ന ഹമ്മൂസ് ദജാജ് എന്ന് പറഞ്ഞ ഈ ഒരു ഐറ്റം കഴിച്ചു നോക്കി. അതിൻ്റെ കൂടെ തന്നെ കഴിക്കാനായിട്ട് ഞാനൊരു ആട്ട പൊറോട്ടയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടിപൊളി ഹമ്മൂസ് കേട്ടോ, ഒന്നും പറയാനില്ല. സെറ്റ് സാധനം എന്നെല്ലാം പറയില്ലേ, അങ്ങനത്തെ ഒരു ഐറ്റം. അടുത്തതായിട്ട് ആട്ട പൊറോട്ട ഇതാ ആ ചിക്കൻ്റെയും ഹമ്മൂസിൻ്റെയും കൂടെ എങ്ങനെ ചേർത്തിട്ടും കഴിച്ച്. വയറിൽ ഇഷ്ടംപോലെ സ്ഥലം ഇനിയും ഉള്ളതുകൊണ്ട് തന്നെ വീണ്ടും ആയിട്ട് ഓർഡർ ചെയ്ത്. ഇത് ഇവിടുത്തെ ചെറുതായിട്ടുള്ളൊരു മിക്സഡ് കബാബ് പ്ലാറ്ററാണ്. ഇതിൽ ഷീഖ് കബാബ് ഉണ്ട്, പനീറിൻ്റെ കബാബ് ഉണ്ട്, പിന്നെ മലായി ചിക്കൻ ഉണ്ട്, പിന്നെ ചിക്കൻ ടിക്കിയുണ്ട്. ചിക്കൻ ഷീഖ് കബാബ് കുഴപ്പമില്ല കേട്ടോ, ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ മലായി ചിക്കൻ ടിക്കക്ക് ലേശം ഒരു ഏലക്കായിൻ്റെ കുത്തലിങ്ങനെ ഉള്ള പോലെ എനിക്ക് പേഴ്സണലി തോന്നി. പിന്നെ ചിക്കൻ ടിക്കൊന്നും കുഴപ്പമില്ല, പനീറിൻ്റെ ആ കബാബും ടേസ്റ്റ് ഉണ്ടേനു. അടുത്തായിട്ട് ഞാൻ ഇവിടുന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് ഈ മട്ടൺ ശോഭ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഐറ്റമാണ്. ശോഭയെ ഞാനൊരു വികാര ജീവിയാണെന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഈ മട്ടൺ ശോഭയെന്ന് ചെറിയൊരു കഷ്ണം കൊണ്ട് എടുത്തിട്ട് കഴിച്ചേ. ഊഫ് എൻ്റെ അമ്മോ, എൻ്റെ അമ്മോന്ന് ഞാനിപ്പോൾ ഒച്ചയാക്കിയത് ഇതിൻ്റെ മസാലേൻ്റെ ഫ്ലേവർ കൊണ്ടൊന്നുമല്ല കേട്ടോ. ഇതിൽ ആ മട്ടൻ്റേതായിട്ടുള്ള ആ ഒരു നെയ്യിൻ്റെ ഫ്ലേവറും ആ മീറ്റിൻ്റെ ഫ്ലേവറിലുമില്ലേ, അത് ശരിക്കും അതേപോലെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ആ മസാലേൻ്റെ ഫ്ലേവർ ഭയങ്കര ലൈറ്റായിട്ട് മാത്രമേ ഉള്ളൂ. അതായത് ആ മട്ടൻ്റെ ഫ്ലേവറിന് എവിടെയും ആ മസാലേൻ്റെ ഫ്ലേവർ കൊന്നിട്ടേ ഇല്ല, അല്ലെങ്കിൽ എവിടെയും ഡോമിനേറ്റ് ചെയ്യുന്നേ ഇല്ല. വീണ്ടും ഒരു ചിക്കൻ ഐറ്റം ഓർഡർ ചെയ്തു. ഒരു അൽഫാമാണ്, ചെസ്റ്റ് പീസ്. സാധാരണ അൽഫാമല്ല, അഫ്ഗാനി ചിക്കൻ അൽഫാം. ക്രീമും പിന്നെ കാഷ്യൂവിൻ്റെ പേസ്റ്റും. ഈ രണ്ടിൻ്റെയും ടേസ്റ്റ് അല്ലെങ്കിൽ ഈ രണ്ടിൻ്റെയും ഫ്ലേവർ നമ്മളിങ്ങനെ വീണ്ടും 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 ഇതിങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇത് കഴിക്കുമ്പോൾ. അതുതന്നെയാണ് ഇതിൻ്റെ അകത്ത് ഹൈലൈറ്റും. അഫ്ഗാനി ചിക്കൻ്റെ അല്ലെങ്കിൽ അഫ്ഗാനി ഫ്ലേവറിൻ്റെ വലിയൊരു ഫാൻ അല്ലാത്തതുകൊണ്ടായിരിക്കും എനിക്കൊരു ആവറേജ് ആയിട്ടാണ് ആ ഒരു ഐറ്റം തോന്നിയത്. നെക്സ്റ്റ് ഞാൻ ഇവിടുന്ന് മന്തി ഓർഡർ ചെയ്ത്. ഈ റെസ്റ്റോറൻറ്റ് ഓപ്പണായി അന്ന് രാത്രി തൊട്ട് തുടങ്ങിയതാണ്. ഇവിടെ പോയിട്ട് ഇവിടുന്ന് മന്തി കഴിക്കുക, ചിക്കൻ മന്തി കഴിക്കുക, മട്ടൺ മന്തി കഴിക്കുക, ബീഫ് മന്തി കഴിക്കുക എന്നെല്ലാം പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ തുടരെ 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 മെസ്സേജസ്. ഇത്രയും ആളുകൾ ഒരു റെസ്റ്റോറൻറ്റിൽ മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് എന്നോട് പറയുന്നത് ഇതാദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ആ വന്ന മെസ്സേജസ് എല്ലാം ക്രോഡീകരിച്ചിട്ട് അതിൻ്റെ അകത്ത് പറഞ്ഞ എല്ലാ മന്തിയും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ പൊതുവേ മന്തി റൈസ് എല്ലാം സെയിമാണ്, അതിൻ്റെ അകത്ത് വരുന്ന മീറ്റ് മാത്രമാണ് വ്യത്യാസം. ഈ ഒരു മന്തി കണ്ണൂർ വരുന്നതിന് മുമ്പേ, അതായത് വർഷങ്ങൾക്ക് മുൻപേ ഈ ഒരു മന്തി കഴിക്കാനായിട്ട്, അതായത് അതിന് മാത്രമായിട്ട് ഞാൻ കോഴിക്കോട് വരെ പോയിട്ടുണ്ട്. ഏകദേശം ഒരു 8-9 വർഷം മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ ചിക്കൻ മന്തി ഇവിടെ സെർവ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം വീഡിയോയിൽ എടുത്ത ശേഷമാണ് ഇതിങ്ങനെ കഴിക്കുന്നത്. എന്നിട്ടും അതിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ട് നിങ്ങൾ, അതിൻ്റെ ഒരു ജ്യൂസി ടെക്സ്ചറും അതിൻ്റെ ആ ഒരു മോയ്സ്ചറെല്ലാം കണ്ട, അതാണ് ഇവരുടെ ചിക്കൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി. ഭയങ്കര ഒരു യുണീക്ക് ഫ്ലേവറാണ് ഇവിടുത്തെ അല്ലെങ്കിൽ ഇവരുടെ മന്തി റൈസിന്. ഇപ്പോഴും പല റെസ്റ്റോറൻറ്റ്സും ഈ ഒരു മന്തി റൈസിൻ്റെ ഫ്ലേവറിലോട്ട് എത്താൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. പലർക്കും ഇപ്പോഴും സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ചിലർ പറയുന്നത് നമ്മളുടെ അടുത്ത് ഇപ്പം പണിയെടുക്കുന്ന സ്റ്റാഫ് ഇവിടെ മുമ്പ് പണിയെടുത്ത സ്റ്റാഫാണ്, അതുകൊണ്ട് അതേ ടേസ്റ്റ് തന്നെയാണ് എന്നല്ല. പക്ഷേ എനിക്ക് അങ്ങനെ കഴിച്ചു തരാൻ തോന്നിയിട്ടൊന്നുമില്ല. അങ്ങനെ ചിക്കൻ മന്തിക്ക് ശേഷം പിന്നെ ഞാൻ ഇവിടുന്ന് കഴിച്ചത് നല്ലോണം നെയ്യില്ല, നല്ല സോഫ്റ്റ് ഹലുവ കഷ്ണം പോലത്തെ ഈ മട്ടൻ മന്തിയാണ്. എന്തൊരു ടേസ്റ്റാണെന്നറിയും മട്ടൺ. നല്ല സോഫ്റ്റ് പീസും. ഒരു ക്വാർട്ടർ മട്ടൺ മന്തിക്ക് ഇവിടെ 380 രൂപയാണ് റേറ്റ്. ഒരു ക്വാർട്ടർ ചിക്കൻ മന്തിക്ക് 190 രൂപയും. ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കട്ടിയുള്ള മയോണൈസ് ഉണ്ട്. അതെല്ലാം കൂട്ടിയിട്ടാണ് കുറേ ആളുകൾ ഇവിടുന്ന് മന്തി കഴിക്കുന്നത് കണ്ടതേ. ഞാൻ പിന്നെ മയോണൈസ് കൂട്ടാത്തതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാനും വിട്ടുപോയി. അങ്ങനെ ആ മട്ടൺ മന്തിയെല്ലാം കഴിച്ച്, മട്ടനും പിന്നെ നോർമൽ ചിക്കൻ മന്തിയെല്ലാം കഴിച്ചതിന് ശേഷം നെക്സ്റ്റ് ഞാൻ ഓർഡർ ചെയ്തത് ഈ ഹണി ചില്ലി അൽഫാം മന്തിയാണ്. ചെസ്റ്റ് പീസ് മതിയെന്ന് പറഞ്ഞു ആ അൽഫാമും. പിന്നെ ഇവരുടെ റൈസിൻ്റെ അല്ലെങ്കിൽ ഇവിടുത്തെ റൈസിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇത് കഴിക്കാൻ തുടങ്ങിയ പിന്നെ അങ്ങനെ നിർത്താൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഒരു തരത്തിലും മടുപ്പിക്കാത്തൊരു ഫ്ലേവറാണ്. വല്ലാണ്ട് കഴിച്ചു പോയി ഇവരെ മന്തി റൈസ്. അങ്ങനെയെല്ലാം പതുക്കെ ആസ്വദിച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഹണി ചിക്കൻ അൽഫാം നല്ല ടേസ്റ്റെല്ലാം ഉണ്ട്. പക്ഷേ ഇപ്പം കഴിച്ച 3 മന്തി ഐറ്റംസിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് നമ്മളെ മട്ടൺ മന്തി തന്നെയായിരുന്നു. ഇവിടുത്തെ ഒരു സ്റ്റാഫ് എനിക്ക് സജസ്റ്റ് ചെയ്തായിട്ടാണ് ഈ കാണുന്ന ഐറ്റം. ഇതാണ് ഇവിടുത്തെ ബീഫ് തവ അല്ലെങ്കിൽ തവ ബീഫ്. തവ ബീഫ് മന്തി എന്ന് പറഞ്ഞിട്ടൊരു മന്തി ഉണ്ട് ഇവിടെ. ഞാൻ പിന്നെ
ഒരു പ്ലേറ്റ് ബീഫ് തവ മാത്രമാണ് വാങ്ങിച്ചത്. കാരണം റൈസ് എൻ്റെ അടുത്ത് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു. ഈ ഒരു അടുത്ത കാലത്തായിട്ട് ഞാൻ കഴിച്ചതിൽ വെച്ചിട്ട് ഏറ്റവും അടിപൊളി ബീഫേനും കേട്ടോ ഇത്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലത്തെ ഇളം ബീഫ് എന്നെല്ലാം പറയില്ലേ, അങ്ങനത്തെ ഒരു ഐറ്റം. പിന്നെ അതിൻ്റെ ആ മസാലയ്ക്ക് ഭയങ്കരമായിട്ടുള്ളൊരു നാടൻ ടച്ച് ചെയ്യുന്നു. ആ ബീഫിൻ്റെ ഫ്ലേവറിനെ എവിടെയും അത് നശിപ്പിച്ചിട്ടുമില്ല. നേരത്തെ ഞാൻ ആ മട്ടനാണ് ഇവിടുന്ന് കഴിച്ച ഏറ്റവും നല്ല മീറ്റ് എന്ന് പറഞ്ഞിട്ടില്ലേനോ, അത് ഞാൻ ആ ബീഫ് കഴിച്ചപ്പോൾ തിരുത്തി പറയുന്നതാണ്. ഇവിടുന്ന് ഞാൻ കഴിച്ച ഏറ്റവും നല്ല മീറ്റ് ആ ബീഫ് തവയേനുവേ. ഇനി അവസാനം ലൈറ്റായിട്ട് കുറച്ച് മധുരം കഴിച്ചാളയല്ലേ. ഏ ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റാണ് പോലും, ചോക്ലേറ്റ് ഉമ്മാലി. അത് കഴിച്ചു നോക്കി. ഇത് ടേസ്റ്റ് ഉണ്ട്, പക്ഷേ അതിൻ്റെ അകത്ത് ഉണക്കമുന്തിരി വരുന്നത് എനിക്ക് വലിയ അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. ഇത് ഇവിടുത്തെ വേറൊരു സ്പെഷ്യൽ ഐറ്റാണ്, പിസ്താഷ്യോ കുനാഫ. അതിൻ്റെ മേലെ ഒഴിച്ചിട്ടുള്ള ആ പിസ്താഷ്യോ സോസ് കണ്ടാ, അതന്നെയാണ് മോനെ അതിൻ്റെ അകത്ത് ഹൈലൈറ്റ്. അവസാനം ഞാനൊരു ഐറ്റം ഓർഡർ ചെയ്തു. മറ്റേ 2 ഐറ്റം ഇവിടുത്തെ സ്റ്റാഫ് സജസ്റ്റ് ചെയ്തതാണ്. ഇത് ഞാൻ ഓർഡർ ചെയ്ത ഐറ്റമാണ്. ഇതാണ് ഇവിടുത്തെ ചീസ് ബോംബ്. അങ്ങനെ അതും എൻ്റെ മുമ്പിലേക്ക് എത്തിയേ. ഇനി പതുക്കെ കഴിച്ച് നോക്കട്ടെ. ആ മരത്തിൻ്റെ സ്പൂൺ കൊണ്ട് അതിനെ പതുക്കെ ഇതെങ്ങനെ ഇളക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ക്രീമും കുനാഫേൻ്റെ കഷ്ണങ്ങളും അതിൻ്റെ മേലെ ഒഴിച്ച ചോക്ലേറ്റ് സോസും പിസ്താഷ്യോ സോസും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങോട്ട് അടിച്ച് ആ 3 ഡെസേർട്ട്സ് കഴിച്ചതിൽ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവസാനം കഴിച്ച ചീസ് ബോംബ് തന്നെയാണ്. അപ്പോൾ ഈ സ്പോട്ട് എവിടെയാണ് വരുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മളെ കണ്ണൂർ താഴെച്ചൊവ്വ ബൈപ്പാസ് ഇല്ലേ, അവിടെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിൻ്റെ തൊട്ട് സൈഡിലുള്ള ഈ നെഹദി റെസ്റ്റോറൻറ്റാണ്. കേരളത്തിലെ ഏറ്റവും വലിയ നെഹദി റെസ്റ്റോറൻ്റാണിത്. പിന്നെ ഏറ്റവും കൂടുതൽ ഐറ്റംസ് ഉള്ള നെഹദി റെസ്റ്റോറൻറ്റ് കൂടിയാണിത്.